അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാലക്ക് ചെപ്പീസുമായിട്ടാണ്. നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് ഉണ്ടാക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞാൻ 1 കിലോ പാലക്കായാലും സ്പിനാച്ച് ആയാലും കുഴപ്പമില്ല, ഇത് രണ്ടും ശരിയാവും, ഒരു പ്രശ്നമില്ല. എനിക്ക് കിട്ടിയതെന്ന് പാലക്കാണ്. അപ്പം ഞാൻ 1 കിലോ പാലക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതിന് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ചെക്ക് പീസാണ്. അത് ക്യാനാണ് ഞാൻ വാങ്ങിയത്. ക്യാനിൽ തിളപ്പിച്ച് വേവിച്ച് വരുന്നുണ്ട്. അതൊരു ക്യാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കണ്ടല്ലോ. പിന്നെ ഞാൻ 2 സവാള ഇതേമാതിരി ചോപ്പ് ചെയ്തെടുത്തേന്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തെടുത്തേന്. പിന്നെ അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ്, 1 ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി. ഓയിലെന്ന് പറഞ്ഞാൽ ഒലിവ് ഓയിൽ വീത്തിയാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. സാധാ ഓയിലല്ല, ഒലിവ് ഓയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അടുത്ത വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രൈ ഒനിയനും കൂടിയാണ്. ഞാൻ ഇതേമാതിരി ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒലിവ് ഓയിൽ, ഒരു 3 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ചെമ്പ് ചൂടായി കിടക്കേന് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിനകത്തോട്ട് ഞാൻ ഗാർലിക്കും വെളുത്തുള്ളിയും സവാളയും കൂടെ ഇട്ട് കൊടുക്കുന്നു. നല്ല ഈസി ആയിട്ടുള്ള ഒരു പണിയാണ് ഇത്. നല്ലോണം ഒന്ന് കളറായി വന്നിട്ട് ഞാൻ നോക്കിക്കേ, ഉള്ളി കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് മുമ്പേ പാലക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പാലക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നീട് കടല കൂടെ ആദ്യമേ കടല ഇട്ട് കൊടുത്താൽ കടല വെന്തതായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് സോഫ്റ്റായി പോകും. അപ്പം ഇതൊന്ന് നമുക്ക് ഇട്ട് ഇളക്കിയിട്ടിട്ട് മൂടിയിടാം. നമുക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കിയിട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. നോക്കിയിട്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഉപ്പും കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം, ഉപ്പും കുരുമുളകും കൂടെ. അടുത്ത് നമുക്ക് ചെക്ക് പീസ്. ഇതൊക്കെ 10 മിനിറ്റ് പണിയാണ്, പക്ഷേ കഴിക്കാൻ കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനുണ്ടല്ലോ സൂപ്പറാണ്. പറഞ്ഞു കഴിക്കാൻ പറ്റില്ല, അത്ര ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് മൂടിയിട്ട് കുറച്ച് വേവിക്കാൻ വയ്ക്കാം. പാലക്കിൻ്റെ വെള്ളം എല്ലാം ഇവിടെ വറ്റി പാലക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ തീ ഓഫാക്കാൻ പോവുകയാണ്. കാണാമല്ലോ, തീ ഞാൻ ഓഫാക്കുന്നു. തീ ഓഫ്. പാലക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ ഇതേമാതിരി ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റിനകത്തോട്ട് നമുക്കൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. നല്ല ഒരു സാധനമാണ്. നമുക്ക് കുബൂസൊക്കെ തിന്നാനെന്ന് പറഞ്ഞാൽ ഏറ്റവും ബെറ്റർ കുബൂസ് തിന്നുന്ന പറയുന്നത് ഇതിൽ അടിപൊളിയാണിത്. ചോറ് എന്തെങ്കിലും കഴിക്കാൻ നോക്കിക്കാണി അടിപൊളിയായില്ലേ. എത്ര നല്ലതാണ് പാലക്ക്. ഇതേമാതിരി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കേ. എത്ര എളുപ്പം. ഒരു 10 മിനിറ്റ് പോലും വേണ്ട. ഈ കൊണ്ടുവന്ന് അരിഞ്ഞ് ഇതേമാതിരി എല്ലാം ക്ലിയറാക്കി ഒരു 10 മിനിറ്റ് ചോറ് തിന്നാൻ നമ്മൾ മേശപ്പുറത്ത് ഇരിക്കുമ്പോൾ ഇത് തയ്യാറാക്കിയാൽ മതി. കണ്ടല്ലോ നിങ്ങൾ. ഇനി ഒരു നാരങ്ങ എടുത്ത് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. 4 സൈഡിലും ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് നമുക്ക് വെച്ച് കൊടുക്കാം. അത് നോക്കിക്കേ എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കാണ്. ഇനി ഇതിൻ്റെ സെൻറ്ററിലോട്ട് നമുക്ക് കുറച്ച് ഫ്രൈ ഒനിയൻ ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ ഏറ്റവും ബെറ്റർ ഫ്രൈ ഒനിയനാണ്. ഫ്രൈ ഒനിയൻ ഇട്ട് കൊടുക്കുമ്പോൾ സൂപ്പറാണ് ഫ്രൈ ഒനിയൻ. ഒരു ഉള്ളി എടുത്ത് ഫ്രൈ ആക്കി ഇതിൻ്റെ മധ്യത്തോട്ട് ഇട്ട് കൊടുക്കാം. നോക്കിക്കേ ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കാണ്. സൂപ്പറായില്ലേ? നോക്കിക്കാണി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഈ ഡിഷ് നിങ്ങൾക്ക്, ഈ പാലക്ക് ചെക്ക് പീസിൻ്റെ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ ഫാമിലികൾക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തോട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.